പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ പല തരത്തിലാണ് അല്ലേ. ഒരു തമാശ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ ഇപ്പോൾ പ്രവാസ ജീവിതം നയിക്കണ രണ്ട് ഇതിഹാസങ്ങൾ നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ, രണ്ടാളുകളുടെയും വ്യത്യസ്തമായിട്ടുള്ള സൗദി അറേബ്യയിലെ ജീവിതം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കളികൾ നമ്മളിപ്പോൾ ഒന്ന് വിലയിരുത്താൻ പോവുകയാണ്. സംഭവം എന്താ വെച്ചാൽ അൽ നസറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ അൽ നസർ ലോകോത്തര താരത്തെ സൗദി അറേബ്യ ഫസ്റ്റ് സ്വന്തമാക്കിയ നിമിഷം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ കരിയറിൻ്റെ മികച്ച സമയത്തിലൂടെ കടന്നു പോകുന്ന, അല്ലാന്നുണ്ടെങ്കിൽ റയലിൽ നിന്ന് മറ്റുള്ള ക്ലബ്ബിലൊക്കെ പോയി യുണൈറ്റഡിൽ പോയി അവിടെ നിന്നും ഓരോരോ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം സൗദി അറേബ്യയിലെത്തി മികച്ച വൻപിച്ച ഒരു തുക കൈപ്പറ്റി സൗദി അറേബ്യയിൽ പ്രവാസിയായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ സൗദി പ്രോ ലീഗിന് ഇവിടെ മാറ്റങ്ങളുണ്ടായി. ഇവിടെ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സൗദിയിലാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടുത്തെ ലീഗിൽ അതിന് ശേഷം സംഭവിച്ചു. ഓരോ താരങ്ങൾ നെയ്മർ ജൂനിയർ, ബെൻസിമ, അങ്ങനെയുള്ള ഒരുപാട് ലോകോത്തര താരങ്ങൾ, ലോകോത്തര യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ മുന്നേ കളിച്ചിരുന്ന ഒരുപാട് താരങ്ങൾ സൗദിയിലേക്ക് ഓരോരോ വർഷങ്ങൾ കൂടുന്തോറും യൂറോപ്പിലെ നിലവിലുള്ള യുവതാരങ്ങളെ, യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന യുവതാരങ്ങളെ ടീമിലെത്തിക്കാൻ സൗദി ക്ലബ്ബുകളൊക്കെ മുന്നോട്ട് വരൽ തുടങ്ങി. ബെൻസിമ, ക്രിസ്ത്യാനോ, നെയ്മർ പോലുള്ള താരങ്ങൾ ആൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞ്. അതേപോലെ വിനീഷ്യസ്, നമ്മളെ ബ്രസീലിൻ്റെ മിലിറ്റാവോ, അതേമാതിരി കിലിയൻ എംബാപ്പെ പോലുള്ള ഒരുപാട് താരങ്ങളെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സൗദി ശ്രമങ്ങൾ തുടങ്ങി. കഴിഞ്ഞ ഇയറിലൊക്കെ ഈ പ്രാവശ്യം ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ന്യൂസിൽ വിനീഷ്യസിനെ സ്വന്തമാക്കും മികച്ചൊരു ഓഫറുമായിട്ട് അൽ അഹ്ലി ക്ലബ്ബ് മുന്നോട്ട് വന്ന്, സൗദി ക്ലബ്ബ്. അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും മികച്ചൊരു ലീഗാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മികച്ച ഒരു ലീഗാക്കി മാറ്റുന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്. ഓരോ വർഷം കൂടുന്തോറും ആ ലീഗ് വളരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെത്തി. ഇപ്പോൾ സൗദി ലീഗൊന്നും അങ്ങനെ ഒരു ലീഗ് ഉണ്ടെന്ന് തന്നെ പല ഫുട്ബോൾ ഫാൻസിനും അറിഞ്ഞിട്ടുണ്ടായില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, ഞാനും കാണുന്നുണ്ടായില്ല. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ISL നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ കാണും. അതേമാതിരി സൗദിയിൽ ലീഗ് നടക്കുമ്പോൾ സൗദിക്കാർ കാണും. ആ ഒരു ലെവലിലുള്ളൊരു മത്സരം അത്രേ ഉള്ളൂ. അതിനുള്ളൊരു പ്രസക്തിയൊക്കെ ആദ്യം. ഇപ്പോൾ റൊണാൾഡോ വന്നതിനാലെ മൊത്തത്തിൽ മാറ്റങ്ങൾ വന്ന് ലോകം മൊത്തം വീക്ഷിക്കാൻ തുടങ്ങി. അതുപോലെ റൊണാൾഡോൻ്റെ കൂടെ മറ്റുള്ള താരങ്ങളൊക്കെ സൗദിയിലേക്ക് എത്തിയപ്പോൾ ഒന്നുകൂടി ലീഗ് ഒന്നും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. ലോകം സൗദി ലീഗിലെ അൽ നസറിൻ്റെ അല്ലെങ്കിൽ നെയ്മറിൻ്റെ അൽ ഹിലാലിൻ്റെ മത്സരങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കാൻ തുടങ്ങി. സൗദി ലീഗ് പേരെടുത്ത് തുടങ്ങി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നെയ്മർ എത്തിയെന്ന് മാത്രമല്ല കുറച്ച് മത്സരങ്ങൾ കളിച്ച് പിന്നെ പരിക്കിൻ്റെ പിടിയിലായി. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. കുറച്ച് ദിവസം കളിച്ചാൽ പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് മീൻസ് പരിക്ക്. അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മളെ റൊണാൾഡോ, നെയ്മറിൻ്റെ ഒക്കെ മാതിരി പരിക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ നെയ്മർ എത്തി. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ഇവരെ രണ്ടിൻ്റെ അവസ്ഥ എടുത്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രവാസ ജീവിതം. ഇപ്പോൾ ലാസ്റ്റ് നടന്ന സൂപ്പർ കപ്പ് ഫൈനലിൽ അൽ നസറും അൽ ഹിലാലും തമ്മിലേറ്റും. ആ ഒരു മത്സരത്തിൽ റൊണാൾഡോ ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാരണം അദ്ദേഹം ഒറ്റക്കാണ് കളിക്കുന്നത്, ആരുമില്ല, സഹതാരങ്ങളൊക്കെ ഉറങ്ങുകയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ഓരോന്ന് ഗ്രൗണ്ടിൽ നിന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ഹിലാൽ ഓരോ ഗോളുകളും തിരിച്ചടിക്കുമ്പോഴും ഫസ്റ്റ് അൽ നസർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ അടിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് പിന്നെയാണ് 4 തിരിച്ചു വാങ്ങിയത്. അപ്പോൾ അദ്ദേഹം ഒറ്റക്കായ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ തോന്നി. മറ്റുള്ള സഹതാരങ്ങളൊക്കെ ഉറങ്ങുകയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നുകൊണ്ട് അദ്ദേഹം കച്ചുകൊണ്ടും കാലുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ സൗദി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ ഒരു റൊണാൾഡോൻ്റെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അപ്പുറത്ത് നെയ്മറുണ്ട്, ആ ഒരു കപ്പ് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്മേൽ എഴുതിയിട്ടുണ്ട് സൗദിയിൽ വെറും 5 മത്സരങ്ങൾ കളിച്ച നെയ്മറിന് 5 വട്ടം ചാമ്പ്യനായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളൊരു പല കമൻറ്റുകളും ഒരു കമൻറ്റാണ്, ഇതാണ് പ്രവാസികളുടെ അവസ്ഥ. അധ്വാനിക്കുന്നവരെന്നും അധ്വാനിച്ചുകൊണ്ടിരിക്കും, അല്ലാത്തവരെന്നും കുമ്മനടിച്ചുകൊണ്ട് എന്തെങ്കിലും കാട്ടിങ്ങാണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നെയ്മറിൻ്റെ പോസ്റ്റിൻ്റെ ഇടയിലുള്ള കമൻറ്റാണ്. ഒരു തമാശ രൂപേണ എഴുതിയിട്ടുള്ളതാണ്. സംഭവം നമുക്ക് മനസ്സിലാവും നെയ്മർ വരിക്കൊണ്ടാണ് കളിച്ചാത്തത്, അല്ലാതെ കൽപ്പിച്ചുകൊണ്ട് കളിച്ചായിരിക്കും എന്നല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കളിശൈലി അങ്ങനെയാണല്ലോ. കാരണം ഓപ്പോസിറ്റുള്ള ഡിഫൻഡേഴ്സിനൊക്കെ കബളിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു താരമാണ് നെയ്മർ. അപ്പോൾ പ്രകോപിതനാവും. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ബോൾ ചെയ്യാതെ അദ്ദേഹത്തെ നേരിടാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിശൈലിയും ഒന്ന് സ്ലോ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് പരിക്ക് പറ്റുന്നതാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ റൊണാൾഡോ അൽ നസറിൽ ഒറ്റക്കാണെന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ റൊണാൾഡോക്ക്. സഹതാരങ്ങളൊക്കെ ഉറങ്ങുകയാണെന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സൗദി ജീവിതങ്ങളാണ് നമ്മളെ ലോകോത്തര താരങ്ങളുടെ, ഒന്ന് നെയ്മറിൻ്റെയും ഒന്ന് റൊണാൾഡോൻ്റെയും. ഇതൊക്കെയാണ് അവസ്ഥ.